എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൈട്രോബെൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് റിഡക്ഷൻ റിയാക്ഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അടുത്തത് നൈട്രോബെൻസിൻ ടോക്സിസിറ്റി. സോ നൈട്രോബെൻസിൻ എക്സ്പോഷർ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ടോക്സിസിറ്റി ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെത്തമോഗ്ലോബിനീമിയ. സോ ഇവിടെ നൈട്രോബെൻസിൻ എക്സ്പോഷർ ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്ലഡിന് ഓക്സിജൻ ഡെഫിഷ്യൻസി, ഓക്സിജൻ ക്യാരി ചെയ്യാൻ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് ആ സ്കിൻ ബ്ലൂ കളറിൽ മാറുന്ന ഒരു ഡിസീസാണ് മെത്തമോഗ്ലോബിനീമിയ. സോ ഇത് പൊതുവെ നമ്മുടെ നൈട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ള ഗ്രൗണ്ട് വാട്ടറിലൊക്കെ അങ്ങനെ ഉണ്ടാവുമ്പോൾ അത് കൺസ്യൂം ചെയ്യുന്ന ചെറിയ ഇൻഫാൻസിനൊക്കെ, ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊരു ബ്ലൂ ബേബി സിൻഡ്രോം എന്നാണ് പറയുന്നത്. ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാവും. അത് ആക്ച്വലി നൈട്രേറ്റ് കോൺസെൻട്രേഷൻ വാട്ടറിൽ കൂടുതലാവുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇവിടെയൊക്കെ നടക്കുന്നത് ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നു. ഓക്സിജൻ ഡെഫിഷ്യൻസി നടക്കുന്നു. സോ അതിൻ്റെ ഫർദർ സിംറ്റംസ് ആയിട്ട് ഹെഡേക്ക്, ഇറിറ്റേഷൻസ്, ഡിസിനെസ്, ഫറ്റീഗ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. വീക്ക്നെസ് ഉണ്ടാവും. സോ മെത്തമോഗ്ലോബിനീമിയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൈട്രോബെൻസിൻ ടോക്സിസിറ്റി. ദെൻ റെസ്പിറേറ്ററി ഫെയിലിയർ, ബ്ലൂയിഷ് ഗ്രേ സ്കിൻ ആവുന്നു. ദെൻ ഡിസ്റ്റർബ്ഡ് വിഷൻ, കോമ ആൻഡ് അൾട്ടിമേറ്റ്ലി ഡെത്ത് മേ ഒക്കർ. സോ ഇതൊക്കെ അക്യൂട്ടായിട്ടുള്ള നൈട്രോബെൻസിൻ ടോക്സിസിറ്റിയിൽ വരുന്നതാണ്. ദെൻ നൈട്രോബെൻസിൻ ടോക്സിസിറ്റിയിൽ വരുന്ന അടുത്തതാണ് റീപ്രൊഡക്റ്റീവ് ടോക്സിസിറ്റി, അതായത് ഡിക്രീസ് ഇൻ ഫെർട്ടിലിറ്റി, റെഡ്യൂസ്ഡ് ടെസ്റ്റിക്കുലർ വെയ്റ്റ്സ് ആൻഡ് ഡിക്രീസ്ഡ് സ്പേം പ്രൊഡക്ഷൻ. ഇതൊക്കെ ഈ ഒരു അക്യൂട്ടായിട്ടുള്ള ഒരു നൈട്രോബെൻസിൻ ടോക്സിസിറ്റി ആയിട്ട് ആനിമൽ സ്റ്റഡീസിൽ റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. ദെൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇത് ആക്ച്വലി ഞാൻ നിങ്ങളുടെ സിലബസിൽ വരുന്നില്ല, എന്നാൽ കൂടെ ഞാൻ അതിൻ്റെ ഒരു സ്ലൈഡ് കണ്ടുകൊണ്ട് എടുത്തു വെച്ചതാണ്. സോ പൊതുവെ നൈട്രോബെൻസിൻ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എക്സ്പോഷർ ഉണ്ടായ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറ്റിയിട്ട് മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഇവിടെ ഈ നൈട്രോബെൻസിൻ എക്സ്പോഷർ ഉണ്ടാവുമ്പം അത് ഓക്സിജൻ ഡെഫിഷ്യൻസിയാണ് ഉണ്ടാക്കുന്നത്. ബ്ലഡിൽ ഓക്സിജൻ ഡെഫിഷ്യൻസിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മറുമരുന്നായിട്ട് ഓക്സിജൻ സപ്ലൈ കൊടുക്കണം, വെന്റിലേഷനിലൂടെയും ഒക്കെ ആയിട്ട്. ദെൻ മെത്തിലിൻ ബ്ലൂ is given as intravenous injection at 1 to 2 milligram as 1% solution to reduce the methamoglobin half-life. So മെത്തമോഗ്ലോബിനിയ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. മെത്തിലിൻ ബ്ലൂ IV ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഞാൻ ആ സ്ലൈഡിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ടോക്സിസിറ്റീസ് എന്നുള്ളതാണ് കൂടുതലായിട്ടുള്ളത്. ഇനി അതല്ലാതെ തന്നെ നിങ്ങളുടെ മഞ്ജുഷ ബുക്കിൽ കൂടുതലായിട്ടുള്ള രോഗങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. ദെൻ അടുത്ത പാർട്ടാണ് നൈട്രോ കോമ്പൗണ്ട്സിലെ അടുത്ത പാർട്ടാണ് എക്സ്പ്ലോസീവ്സ്. സോ ആദ്യം ഇത് ആക്ച്വലി മഞ്ജുഷ ബുക്കിലുള്ള ആ ഒരു ഡെഫിനിഷൻ അതെനിക്ക് വളരെ കൃത്യമായി തോന്നിയതുകൊണ്ടാണ് ഞാൻ അതന്നെ വെച്ചത്. ആൻ എക്സ്പ്ലോസീവ് ഇസ് എ സോളിഡ് ഓർ ലിക്വിഡ് സബ്സ്റ്റൻസ് ഓർ എ മിക്സ്ചർ ഓഫ് ദാറ്റ്, അതായത് സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ്, അതല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ്ചർ, ദാറ്റ് ക്യാൻ ബി ഡിറ്റോണേറ്റഡ് ടു yield a highly exothermic and extremely rapid chemical reaction
that produces a sudden large gas pressures so as to cause an explosion. സോ ഇവിടെ പറയുന്നത് അത്രയേ ഉള്ളൂ. സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അതല്ലെങ്കിൽ അതിൻ്റെ മിക്സ്ചേഴ്സ് അത് ഡിറ്റോണേറ്റ് ചെയ്യുക. ഓക്കെ, ഡിറ്റോണേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കും. അത് ആ എക്സോതെർമിക് റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എനർജിയും ഒരുപാട് ഗ്യാസ് പ്രഷേഴ്സും ഒക്കെ ലിബറേറ്റ് ചെയ്യും. ഫലത്തിൽ അതൊരു എക്സ്പ്ലോഷൻ പോലെ നടക്കും. സോ ഈ എക്സ്പ്ലോസീവ്സ് എക്സ്പ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഓക്സിഡൈസർ, മറ്റൊന്ന് ഫ്യൂവൽ. ഓക്കെ, ദെൻ വേറൊരു ഘടകമാണ് ട്രിഗർ. ഇത് രണ്ടും ഉണ്ടായാൽ പോരാ, പക്ഷേ ഇതിനെ തമ്മിൽ കൊളൈഡ് ചെയ്യിപ്പിക്കുന്ന ഒരാൾ വേണം, അല്ലെങ്കിൽ ഇത് തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരാൾ വേണം. അതിൽ ഹീറ്റ് ആവാം, ഷോക്ക്, ഇലക്ട്രിക്കൽ ഷോക്ക് ആവാം, ഇമ്പാക്റ്റ് ആവാം, ഫ്രിക്ഷൻ ആവാം, അല്ലെങ്കിൽ ഇതിലേതിൻ്റെങ്കിലുമൊക്കെ കോമ്പിനേഷൻസ് ആവാം. സോ ഓക്സിഡൈസർ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന ആൾക്കാരാണ്, ഫ്യൂവല് കത്തുന്ന ആൾക്കാരാണ്. സോ ഇത് രണ്ടും കൂടെ ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ട്രിഗർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലോഷൻ നടക്കും. സോ ഇത് ആക്ച്വലി ഞാൻ എക്സാമ്പിൾ എഴുതിയത്, നമുക്കറിയാം ആൽഫ്രഡ് നോബലാണ് നമ്മളുടെ ഈ ഒരു എക്സ്പ്ലോസീവ്സിൻ്റെയൊക്കെ ഫാദർ എന്ന് പറയുന്നത്. പുള്ളിക്ക് സ്വന്തമായിട്ടൊരു എക്സ്പ്ലോസീവ് കമ്പനി തന്നെ ഉണ്ടായിരുന്നു. സോ ഡൈനാമൈറ്റിൻ്റെ കണ്ടുപിടുത്തമൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഇവിടെ പൊട്ടാഷ്യം നൈട്രേറ്റ് ഒരു ഓക്സിഡൈസറാണ്. ഗൺ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫറും ചാർക്കോളിൻ്റെ ഒരു മിക്സ്ചറാണ്. അത് ഒരു ഫ്യൂവലാണ്. സോ ഇത് കത്താൻ സഹായിക്കുന്ന ആളാണ്, ഇത് കത്തുന്ന ആളാണ്. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കും. ഓക്കെ, സോ ഇവിടെ ഓക്സിഡൈസർ, ഫ്യൂവൽ പ്ലസ് ട്രിഗർ കോസസ് എ ഡിറ്റോണേഷൻ, അല്ലെങ്കിൽ ഒരു റാപ്പിഡ് അല്ലെങ്കിൽ ഒരു ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് എക്സോതെർമിക് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിവിടെ ΔH പോസിറ്റീവ്. സോ എക്സോതെർമിക് ആകുമ്പം ഒരുപാട് ഹൈ പ്രഷർ ഗ്യാസസിനെ ലിബറേറ്റ് ചെയ്യും. ഗ്യാസസ് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എൻട്രോപ്പി പോസിറ്റീവ് ആകും. സോ ΔH പോസിറ്റീവാണ്, ΔS പോസിറ്റീവാണ്. നമുക്കറിയാം ΔG ഈസ് ഈക്വൽ ടു ΔH മൈനസ് T ΔS. സോ ΔHും ΔSും പോസിറ്റീവ് ആകുമ്പോൾ ΔG ഷുഡ് ബി നെഗറ്റീവ് ആയിരിക്കും. സോ അങ്ങനെ ആകുമ്പോൾ അതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻ ആവും. സോ ഇതതിൻ്റെ ഒരു തെർമോഡൈനാമിക് ആസ്പെക്റ്റ് പറഞ്ഞതാണ് എക്സ്പ്ലോഷൻ്റെ. ഓക്കെ, ദെൻ അടുത്തത് ഫങ്ഷനിങ് ഓഫ് ആൻ എക്സ്പ്ലോസീവ്. ഒരു എക്സ്പ്ലോസീവിൻ്റെ ഒരു മെക്കാനിസമാണ് ഇതിൽ പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ഓക്സിഡൈസർ വേണം, ഫ്യൂവൽ വേണം, പിന്നെ അത് ഒരു ട്രിഗർ വേണം, അല്ലെങ്കിൽ ഒരു ഷോക്കോ ഒരു ഇമ്പാക്റ്റോ ഒരു ഫ്രിക്ഷനോ എന്തെങ്കിലും വേണം. സോ ഇവിടെ നമ്മൾ കാണുന്നത് നൈട്രോ കോമ്പൗണ്ട്സ് ആണ്. നമ്മളുടെ ഓക്സിഡൈസർ എന്ന് പറയുന്നത് നൈട്രോ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, സോ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 2,4,6 ട്രൈനൈട്രോ ടൊളുവിൻ, ഇതാണ് TNT. സോ ഈ എക്സാമ്പിൾ വെച്ച് ഞാൻ ഇതിൻ്റെ മെക്കാനിസം പറയാം. സോ ഇവിടെ മൾട്ടിപ്പിൾ നൈട്രോ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ മൾട്ടിപ്പിൾ നൈട്രോ ഗ്രൂപ്പ്സൊക്കെ ഒരുപാട് സ്ട്രെയിൻഡ് ആയിട്ടാണ് ഈ മോളിക്യൂളിൽ അടുക്കി വെച്ചിരിക്കുന്നത്. സോ ഒരുപാട് സ്ട്രെയിൻ ഉള്ളത് കൊണ്ട് ഇത് തമ്മിൽ സ്റ്റെറിക് റിപ്പൽഷൻസും ഉണ്ടാവും. അതായത് പൊതുവെ സ്ട്രെയിൻ കൂടുതലായിരിക്കും ഈ മോളിക്യൂളിന്. സോ അങ്ങനെ ഒരു സ്ട്രെയിൻ ഉണ്ടാവുമ്പം അതിന് അധികം ആക്ടിവേഷൻ എനർജി വേണ്ടി വരില്ല ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നമുക്കറിയാം NO2 ഗ്രൂപ്പ്സ് കൂടുതലായതുകൊണ്ട് ഇതിൽ കൂടുതൽ ഓക്സിജൻ കണ്ടൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടാണ് ഇതിൻ്റെ ഓക്സിഡൈസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ കാർബൺ ഫ്രെയിം വർക്ക്, ഈ കാർബൺ ഫ്രെയിം വർക്കാണ് ഇതിൻ്റെ ഫ്യൂവലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. സോ ഓക്സിഡൈസറായി, അത് ഒരു കാർബൺ ഫ്രെയിം വർക്കായി. സോ ഓക്സിഡൈസറും ഫ്യൂവലും, ദെൻ ചെറിയ എന്തെങ്കിലും ഒരു ട്രിഗർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡിറ്റോണേറ്റ് ചെയ്യും. ഓക്കെ, ഡിറ്റോണേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
സ്മോൾ മോളിക്യൂൾസ് എല്ലാം ലിബറേറ്റ് ചെയ്യും വിത്ത് വെരി ഹൈ എമൗണ്ട് ഓഫ് എനർജി. സോ അങ്ങനെയാണ് ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നത്. സോ പറഞ്ഞു വന്നത്, ഇവിടെ ഓക്സിഡൈസറിൽ ഒരുപാട് നൈട്രോ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ നൈട്രോ ഗ്രൂപ്പ്സ് ഒക്കെ പാക്ഡ് ഇൻ എ കൺസ്ട്രിക്റ്റഡ് ഓർഗാനിക് ഫ്രെയിംവർക്ക് ഇൻ എ കൺസ്ട്രെയിൻഡ് മാനർ. അതായത് ഈ നൈട്രോ ഗ്രൂപ്പ്സ് ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ സ്ട്രെയിൻ ഉണ്ടാവും. ഓക്കെ, ഇത്രയും സ്ട്രെയിൻ ഉള്ളതുകൊണ്ട് ഇത് ഒന്ന് ഡീകമ്പോസ് ചെയ്യാൻ അത്രയ്ക്ക് ആക്ടിവേഷൻ എനർജി വേണ്ടി വരില്ല. ഓക്കെ, സോ ചെറിയ ആക്ടിവേഷൻ എനർജിയിൽ തന്നെ ഇത് പൊട്ടിത്തെറിക്കും. സോ അതങ്ങനെ ഡിറ്റോണേറ്റ് ചെയ്യുമ്പോൾ കത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഓർഗാനിക് ഫ്രെയിംവർക്ക് വേറെ ഉണ്ട്. അത് ഡിറ്റോണേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് എനർജി അലോങ് വിത്ത് ഗ്യാഷ്യസ് മോളിക്യൂൾസ് എല്ലാം ലിബറേറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫങ്ഷനിങ് ഓഫ് ആൻ എക്സ്പ്ലോസീവ്. ഇനി നമുക്ക് കുറച്ച് നൈട്രോ ഗ്രൂപ്പ്സ് ഉള്ള എക്സ്പ്ലോസീവ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എല്ലാറ്റിലും ഒന്നിൽ കൂടുതൽ നൈട്രോ ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് 3 എക്സ്പ്ലോസീവ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് നൈട്രോഗ്ലിസറിൻ. നൈട്രോഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ CH2ONO2 CHONO2 CH2ONO2. So CH2ONO2 CHONO2 CH2ONO2 ഇതാണ് നൈട്രോഗ്ലിസറിൻ. സോ അതിൻ്റെ പ്യുവർ ഫോമിൽ ഇറ്റ് ഈസ് എ കോണ്ടാക്റ്റ് എക്സ്പ്ലോസീവ്. അതായത് വളരെ ചെറിയ ഷോക്ക് കിട്ടിയാൽ തന്നെ സ്വന്തം അത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള കഴിവുള്ളതാണ്. സോ അതിന് പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നും വേണ്ട. അങ്ങനെയുള്ളതിന് നമ്മൾ പ്രൈമറി എക്സ്പ്ലോസീവ് എന്നാണ് പറയുക. അങ്ങനെയുള്ള പ്രൈമറി എക്സ്പ്ലോസീവ്സിൻ്റെ ഒരു പ്രശ്നം, അത് ഈവൻ സ്റ്റോർ ചെയ്യാൻ വരെ ബുദ്ധിമുട്ടാണ്. വളരെ ചെറിയ ഒരു ട്രിഗർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് എക്സ്പ്ലോഡ് ചെയ്യും. നമുക്ക് സെക്കൻഡറി എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഉണ്ട്. സെക്കൻഡറി എക്സ്പ്ലോസീവ് ആകുമ്പോൾ അതിന് കുറച്ചുകൂടെ ആക്ടിവേഷൻ എനർജി കിട്ടിയാൽ മാത്രമേ എക്സ്പ്ലോഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി സേഫാണ്. ഇത് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഇത് അധികം ഒരു ആക്ടിവേഷൻ എനർജി ഇല്ലാതെ തന്നെ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണ്. ഹൈലി ഡേഞ്ചറസ് ആണ്, ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദെൻ ഈ നൈട്രോഗ്ലിസറിനാണ് ആക്ച്വലി ആദ്യം ഉണ്ടായിരുന്ന ഒരു എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത്. ഈ നൈട്രോഗ്ലിസറിൻ ഞാൻ പറഞ്ഞു പ്രൈമറി എക്സ്പ്ലോസീവാണ്. നമുക്ക് സേഫ് ടു ഹാൻഡിൽ അല്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് അത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അപ്പോഴേക്കും അത് പൊട്ടിത്തെറിക്കുക, അപകടങ്ങളുണ്ടാവും. സോ ഇതിനെ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ആൽഫ്രഡ് നോബൽ ട്രൈ ചെയ്തത്. ആൽഫ്രഡ് നോബലിൻ്റെ ഈ ഒരു പരിശ്രമത്തിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ട്, പുള്ളിയുടെ ഫാക്ടറിയിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ട് പുള്ളിയുടെ ബ്രദർ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സംഭവം പുള്ളി അതിനെ സ്റ്റെബിലൈസ് ചെയ്തു. അതാണ് ഡൈനാമൈറ്റ് എന്ന് പറയുന്നത്. സോ ഡൈനാമൈറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു പാർട്ട്, ഈ ഒറിജിനൽ ഡൈനാമൈറ്റിൻ്റെ ഒരു പാർട്ട് ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സിലിക്ക കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ടും പ്ലസ് സോഡിയം കാർബണേറ്റും അത് കൂടാതെ നൈട്രോഗ്ലിസറിനും കൂടിയായിരുന്നു. സോ നൈട്രോഗ്ലിസറിൻ മാത്രമല്ല, അതിൽ ഈ ഒരു 2 പാർട്ടിനെയും കൂടെ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്പോസിഷൻ വെച്ചിട്ടൊരു മിക്സ്ചർ ഉണ്ടാക്കിയപ്പോൾ അതിനെ കുറച്ചുകൂടിയും കാലം അതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തി. അല്ലെങ്കിൽ പ്രൈമറി എക്സ്പ്ലോസീവിൽ നിന്ന് നമ്മൾ സെക്കൻഡറി എക്സ്പ്ലോസീവ് ആക്കി മാറ്റി. സോ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് ആക്ച്വലി ആൽഫ്രഡ് നോബൽ വളരെയധികം റിച്ച് ആവുന്നതും വേൾഡ് ബെസ്റ്റ് എക്സ്പ്ലോസീവ് കമ്പനി ഓൺ ആവുന്നതും. അതിനുശേഷമാണ് അതിൽ നിന്നുള്ള വരുമാനമാണ് ആക്ച്വലി നോബൽ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് കോമ്പൗണ്ട് 2,4,6 ട്രൈനൈട്രോടൊളുവിൻ. 2,4,6 ട്രൈനൈട്രോടൊളുവിൻ. സോ ഇതും ആക്ച്വലി ഒരു ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ഇതാണ് TNT എന്ന് പറയുന്നത്. TNT
ട്രൈനൈട്രോ ടോളുവിൻ. സോ ഇത് ആക്ച്വലി മിലിറ്ററി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തത്. സോ ഇതിൽ ഒരു ബെൻസീൻ റിങ്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ആൻഡ് 3 നൈട്രോ ഗ്രൂപ്പ്സ്. ഈ 3 നൈട്രോ ഗ്രൂപ്പ്സും വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പൽഷൻ ഉണ്ടാവും. ചെറിയ ഒരു ട്രിഗർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് ഡീകമ്പോസ് ചെയ്യും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോ കോസ്റ്റാണ്, ദെൻ ഈസി ടു പ്രിപ്പയർ ആണ്. കാരണം നമുക്ക് ടൊളുവിനെ നൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് TNT കിട്ടും. സോ എളുപ്പത്തിൽ ഉണ്ടാക്കാം, ലോ കോസ്റ്റാണ്, ഹൈലി എക്സ്പ്ലോസീവാണ്. മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തത്. ദെൻ മൂന്നാമത്തത് എക്സ്പ്ലോസീവ് RDX. RDXന് ഒരുപാട് പേരുകളുണ്ട്. 135 ട്രൈനൈട്രോ, അതായത് 135 ട്രൈനൈട്രോ, ദെൻ 135 ട്രൈഅസ. ട്രൈഅസ എന്ന് പറയുന്നത് 3 നൈട്രജൻ ഉള്ളതുകൊണ്ട് ട്രൈഅസ സൈക്ലോഹെക്സെയിൻ. ഓക്കെ, സോ 135 ട്രൈനൈട്രോ, 135 ട്രൈഅസ സൈക്ലോഹെക്സെയിൻ. ഇതിനെ സൈക്ലോനൈറ്റ് എന്നും പറയും, സൈക്ലോനൈറ്റ് എന്ന് പറയും. ഇത് പൊതുവെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലോസീവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ആക്ച്വലി ഇതങ്ങനെ പറയാൻ കാരണം ഇത് ഒരു പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോസീവ് അല്ലായിരുന്നു. അതൊരു മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു എക്സ്പ്ലോസീവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കൊടുത്തത്, നോട്ട് ഫോർ പബ്ലിക് എന്നുള്ളൊരിത്. ദെൻ RDX എഗെയിൻ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, സൈക്ലോ ട്രൈമെത്തിലീൻ നൈട്രമീൻ. സോ അതും അതിൻ്റെ ഒരു പ്രത്യേകത, അത് സ്റ്റോർ ചെയ്യാൻ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്, റൂം ടെമ്പറേച്ചറിൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് മോസ്റ്റ് പവർഫുൾ ആൻഡ് ബ്രിസൻറ്റ് ഓഫ് ദി മിലിറ്ററി ഹൈ എക്സ്പ്ലോസീവ്. ബ്രിസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാറ്റർ ചെയ്യും, അതായത് ആ എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിന്നിച്ചെതറിപ്പോവും. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ബ്രിസൻറ്റ് ഓഫ് ദ മിലിറ്ററി ഹൈ എക്സ്പ്ലോസീവ്സ്. then reaches maximum pressure so rapidly that shock waves forms. ആ ഒരു ഡിറ്റോണേഷൻ ഉണ്ടാവുന്ന ആ ഷോക്ക് വേവിൽ തന്നെ മാക്സിമം പ്രഷർ അത് റീച്ച് ചെയ്തിട്ട് അത് മാക്സിമം ശക്തിയിൽ എക്സ്പ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇതാണ് RDX. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ പ്ലസ് സ്ട്രക്ചർ. ഓക്കെ, എല്ലാറ്റിൻ്റെയും ഇപ്പോൾ പൊതുവെ എക്സാംസിലൊക്കെ ഇതിൻ്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ANFO, അമോണിയം നൈട്രേറ്റ് ഫ്യൂവൽ ഓയിൽ. ANFO ഇത് ആക്ച്വലി ഒരു എക്സ്പ്ലോസീവ് അല്ല, ഇതൊരു ബ്ലാസ്റ്റിംഗ് ഏജൻ്റാണ്. സോ നിങ്ങൾ ആ ഒരു ടേം മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ എക്സ്പ്ലോസീവ് ആൻഡ് എ ബ്ലാസ്റ്റിംഗ് ഏജൻറ്റ്? ബ്ലാസ്റ്റിംഗ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി മെറ്റീരിയൽ ഓർ മിക്സ്ചർ കൺസിസ്റ്റിംഗ് ഓഫ് എ ഫ്യൂവൽ and an oxidizer intended for blasting but not an explosive. ഇത് ആക്ച്വലി ഇതിൽ ഒരു ഫ്യൂവൽ ഉണ്ട്. ഫ്യൂവൽ പൊതുവേ നമ്മൾ ലോങ് ചെയിൻ ആൽക്കെയിൻസ് ആണ് യൂസ് ചെയ്യുക, ഫ്യൂവൽ ഓയിൽ എന്നാണ് പറയുക നമ്മൾ, അതുകൊണ്ടാണ് ഫ്യൂവൽ ഓയിൽ പേരിൽ. ലോങ് ചെയിൻ ആൽക്കെയിൻസ് ആൻഡ് ആൻ ഓക്സിഡൈസർ. ഓക്സിഡൈസർ എന്ന് പറയുന്നത് അമോണിയം നൈട്രേറ്റ്. സോ ഓക്സിഡൈസർ ഉണ്ട്, ഒരു ഫ്യൂവൽ ഓയിലുണ്ട്. ഇത് ആക്ച്വലി അമോണിയം നൈട്രേറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇതൊരു എക്സ്പ്ലോഡ് ചെയ്യുന്നൊരു സാധനമല്ല. ഫ്യൂവൽ ഓയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ല. പക്ഷേ അമോണിയം നൈട്രേറ്റിൻ്റെയും ഫ്യൂവൽ ഓയിലിൻ്റെയും ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ അതിനെ മിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. സോ ഇൻഡിവിജ്വലി അത് എക്സ്പ്ലോഡ് ചെയ്യുന്നതല്ല, പക്ഷേ ഒരു പ്രത്യേക കോമ്പിനേഷനിൽ ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ അത് മിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്ലാസ്റ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മിക്സിംഗ് അമോണിയം നൈട്രേറ്റ് വിത്ത് ഫ്യൂവൽ ഓയിൽ ഇൻ കറക്റ്റ് പ്രപ്പോർഷൻ. അത് അണ്ടർലൈൻ ചെയ്യണം, കറക്റ്റ് പ്രപ്പോർഷൻ. അതല്ലെങ്കിൽ ഇത് എക്സ്പ്ലോഡ് ചെയ്യേയില്ല. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്, ബ്ലാസ്റ്റ് ചെയ്യാനുള്ള പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 94.3% പോറസ് അമോണിയം നൈട്രേറ്റ്, അതായത് ഓക്സിഡൈസർ
94.3% വേണം. ആൻഡ് ഫ്യൂവൽ ഓയിൽ 5.7% വേണം. ഇത് നമ്പർ 2 എന്നൊക്കെ പറയുന്നത് പല തരത്തിലുള്ള ഹൈഡ്രോ കാർബൺസിൻ്റെ ചെയിൻ ഉദ്ദേശിച്ചിട്ടാണ്. സോ 5.7% നമ്പർ 2 ഫ്യൂവൽ ഓയിൽ വേണം. 94.3% പോറസ് അമോണിയം നൈട്രേറ്റ് വേണം. ആ ഒരു പ്രൊപ്പോർഷനിൽ മാത്രമേ ഇത് ബ്ലാസ്റ്റ് ചെയ്യുള്ളൂ. അതല്ലാത്ത വേറെ ഏതൊരു പ്രൊപ്പോർഷനാണെങ്കിലും അത് ബ്ലാസ്റ്റ് ചെയ്യില്ല. സോ ആൻഫോയുടെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്, ആൻഫോ റിക്വയർസ് ആൻ എക്സ്പ്ലോസീവ് ടു അണ്ടർഗോ ഡിറ്റോണേഷൻ. സോ ഇത് രണ്ടും ഒരു കോമ്പിനേഷനിൽ ഉണ്ടാക്കിയാൽ ഉടനെ പൊട്ടിത്തെറിക്കുകയല്ല. ഇത് കോമ്പിനേഷൻ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനെ വീണ്ടും ഇത് ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പ്ലോസീവ് വെച്ച് ഇത് എക്സ്പ്ലോഡ് ചെയ്യണം. എക്സ്പ്ലോഡ് ചെയ്യുമ്പോഴേ ഇത് രണ്ടും കൂടെ ഹൈ പ്രഷറിൽ കമ്പൈൻ ചെയ്തിട്ട് ബ്ലാസ്റ്റ് ചെയ്യുള്ളൂ. സോ ആദ്യം ഒരു എക്സ്പ്ലോസീവ് വേണം. പൊതുവെ ഡൈനാമൈറ്റൊക്കെയാണ് അത് യൂസ് ചെയ്യുക. ദെൻ എനർജി ഫ്രം ഡിറ്റോണേഷൻ, ആ ഫസ്റ്റിലുള്ള എക്സ്പ്ലോസീവ് എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി കാരണം അമോണിയം നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്യും. അമോണിയം നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈട്രജൻ, വാട്ടർ ആൻഡ് ഓക്സിജൻ ഇതെല്ലാം ലിബറേറ്റ് ചെയ്യും. ഈ ലിബറേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഹൈ എമൗണ്ട് ഓഫ് എനർജിയും റിലീസ് ചെയ്യും. അത് ഈ ഫ്യൂവലിനെ, അതായത് ഫ്യൂവൽ ഓയിലിനെ ഇഗ്നൈറ്റ് ചെയ്യും. സോ ആദ്യം എക്സ്പ്ലോസീവ് ഒരു ഡിറ്റോണേഷൻ നടത്തുന്നു. ആ എക്സ്പ്ലോസീവ് ഡിറ്റോണേഷൻ നടത്തുന്ന എനർജീനെ കൊണ്ട് അമോണിയം നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്യുന്നു. ഹൈ തെർമൽ എനർജി കാരണം ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലോഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു വലിയൊരു ബ്ലാസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇത് ആക്ച്വലി ഒരു എക്സ്പ്ലോസീവ് അല്ല, പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫ്രാക്ഷൻസിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ബ്ലാസ്റ്റിംഗ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. സോ ബ്ലാസ്റ്റിംഗ് ഏജൻറ്റ് വേറെയാണ്, എക്സ്പ്ലോസീവ് വേറെയാണ്. ഓക്കെ, സോ ഇതോടെ നൈട്രജൻ കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ തീരുകയാണ്. സോ ഇന്നെടുത്ത ഭാഗത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കിയുള്ള ഇതിലൊരു ചെറിയൊരു അസൈൻമെൻറ്റ് ഞാൻ തരാം. ആ അസൈൻമെൻറ്റ് എല്ലാവരും തന്നെ എളുപ്പത്തിൽ ആൻസർ ചെയ്തിട്ട് നാളെ തന്നെ തിരിച്ചയക്കാം. ഓക്കെ, താങ്ക് യു.